ഹലോ, ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ചക്ക വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ചക്ക വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇനി ചക്ക വെച്ചിട്ട് പായസം കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കുറച്ചെടുത്താൽ മതി വെച്ചോ. ഇതുപോലെ പായസം ഉണ്ടായിക്കോട്ടെ. പായസം ഉണ്ടായിക്കോട്ടെ. ഇത് മതിയല്ലോ പായസം. നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക അവർ ആദ്യം വരട്ടി കൊടുന്നതാട്ടോ. ചക്കപ്പം ഉണ്ടാക്കാനും ഈ ചക്കപ്പായസമൊക്കെ ഉണ്ടായിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ വരട്ടി കൊടുന്നത് കേട്ടോ അനിയത്തിൻ്റെ ഭർത്താവ്. അപ്പോൾ കൊച്ചു ഇപ്പം ഇങ്ങനെ വിശേഷം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചക്ക ഇതൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഞാൻ അന്ന് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചക്ക കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അരയ്ക്കാട്ടോ. നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വയ്ക്കണം എന്തിനാണെന്നറിയോ, അത് നമുക്ക് പായസത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ, ആയിട്ടാണ് ഞാൻ മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ സോനു അവിടെ മിക്സിയിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാൻ വേണ്ടി. ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരുക്കിയെടുക്കാം കേട്ടോ. സോനു അപ്പോ അമ്പാടിക്ക് ടോസ്റ്റ് ഇട്ടെടുത്താ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ട്രൗസർ എന്തായാലും മടിയെന്നറിയോനെ. അപ്പോൾ മാത്രമേ ട്രൗസർ ഇടുള്ളൂ. എത്ര മണി? 10 മണി. എത്ര മണിയായി? 10 മണി. എത്ര മണി? 10 മണി. ഒന്ന് അറിയാ ഞാൻ പായസമായിട്ട് നിങ്ങളെ വിളിക്കണ്ട്. അത് കലത്തപ്പം ഉണ്ടാക്കാനോ? ഓട്ടടല്ലേ? ചോറും കഞ്ഞിയൊന്നും ആർക്കും ആവശ്യമില്ല കേട്ടോ. അവർക്ക് ജ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. മക്കൾക്ക് ചോറ് കൊടുത്ത ആവശ്യമില്ല കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഭയങ്കര ആവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പു വന്ന് ചോദിക്കുന്നു കേട്ടോ കലത്തപ്പം ഉണ്ടാക്കിയില്ല. ഞാൻ അരി വെള്ളത്തിട്ടത് അപ്പു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പു കുറേ നേരമായി കലത്തപ്പം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ കലത്തപ്പം ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുറേ നേരമായി പായസം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ചക്ക എടുത്തിട്ട് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മക്കൾക്ക് കളിക്കാൻ പോകുന്ന സമയമായിട്ട് അവർക്ക് 4 മണിയാകുമ്പോൾ ഒന്ന് കുറച്ച് നേരം കളിക്കാൻ കൊടുക്കും. അതുവരെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് കളിപ്പിക്കും. കാരണം പുറത്തേക്ക് വിടില്ല, കാരണം ഭയങ്കര വെയിലല്ലേ. അപ്പോൾ 4 മണിക്ക് ശേഷം ഒന്ന് കളിക്കാൻ കുറച്ച് നേരം ഒന്ന് മുറ്റത്തേക്ക് കൊടുട്ടോ. അപ്പോൾ അമ്മ അവിടെ ചക്ക പായസം ഉണ്ടാക്കാനുള്ളത് ചക്ക അവിടെ ഇളക്കി കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കട്ടെ എന്ന് എഴുതിട്ടോ. അപ്പോൾ അമ്മയുടെ എന്താ പറയുക ചക്ക നല്ല വേവിച്ച് കൊടുന്നാണ്, എന്നാലും കുറച്ചും കൂടി അടുപ്പത്ത് ചെന്ന് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ അവിടെ അങ്ങനെ നിന്ന് നോക്കി നിൽക്കുക കേട്ടോ. ഒരു പാട്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ മോളിൽ നിന്ന് എന്നിട്ട് പോരും. അമ്പാടി പാട്ടെടുക്ക, ഒന്ന് പാടിക്ക. മുളക് കടിച്ചാല് എരിയും. അതാ അങ്ങോട്ട് ഓടി വരലില്ല, കത്തി എന്റെ പിടുത്തം. എന്നാ ഓഫാക്കിയത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാല് മാറ്റിച്ചിട്ടുണ്ട്. 2ാം പാലിൽ നമുക്കത് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ചക്ക കുറുക്കിയെടുത്തിട്ട് നമുക്ക് എന്താ പറയുക, പിന്നെ വാങ്ങാൻ നേരത്ത്
ഫസ്റ്റത്തെ പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഏലക്കായ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയിലാട്ട് തേങ്ങാക്കൊത്ത്, നെയ്യൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങയൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു അവിടെ നുറുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുവിന് ഭയങ്കര ആഗ്രഹം പായസം കുടിക്കാൻ. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ചുണ്ടാക്കി കൊടുക്കാൻ കരുതി, ആഗ്രഹം മാറ്റി കൊടുക്കട്ടെ എന്ന് കരുതിട്ടോ. അപ്പോൾ അങ്ങനെ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാം പാലും ഫസ്റ്റ് പാലും ഒക്കെ ഒഴിച്ചെടുത്ത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടോടൊക്കെ പായസം കുടിക്കാം കേട്ടോ. അപ്പോൾ മക്കൾ ഞാൻ ഇതുണ്ടാക്കി വെച്ചിരുന്നു, കലത്തപ്പം ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവർ കളിക്കാൻ പോയി. ഇനി ചൂടൊക്കെ അറിയിട്ട് അവർക്ക് പായസം കൊടുക്കാറുണ്ട്. നമ്മളെ വലിയ വയറുമ്പോ അറിയില്ലേ, രാവിലെ പോണില്ല, ഇപ്പൊ പോവാ നല്ലത്. രാവിലെ പറിക്കായിരിക്കും നല്ലത്. ഈ ചക്കന്റെ സ്വഭാവത്തില് അമ്മ ഇപ്പോഴല്ലേ പോണേ. ഞാൻ പറയാൻ കേട്ടാ, ഓരോന്ന് പുറത്തേക്കാണ് സമ്മതിച്ചത്. കേൾക്കാം, പുടിച്ചോടെ ദിവസമായിട്ടോ പല്ല് പറിക്കാൻ പോകാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വീക്കം മാറിച്ചിട്ട് ഒന്ന് പോയപ്പോൾ ഡോക്ടറിന് വീക്കം നല്ല മാറിയിട്ടില്ല, പറിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നിട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പോയി പറിക്കണം എന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം പോകാമെന്ന് കരുതി. കാരണം രാവിലെ പോകണ്ടായിരുന്നു, ഈ അമ്പാടിനെയും കൊണ്ടൊക്കെ പല്ലറിക്കാൻ പോയാലേ ശരിയാവില്ല. കാരണം പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ തല നടക്കാതിരിക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വൈകുന്നേരം പോകാമെന്ന് കരുതി. അപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോൾ പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പായസം ഉണ്ടാക്കി അതൊക്കെ ഒന്ന് കുടിക്കാത്തിരുന്നത്. അപ്പോൾ കൊച്ചുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് പായസം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കി. അപ്പോൾ ഓളിന് ചീത്ത അറിയാം, കുറച്ച് പായസം ഉണ്ടാക്കി, കുറച്ച് തോനെ പായസം ഉണ്ടാക്കി കൂടെ ഇരുന്ന് കേട്ടോ. അവൻ പറഞ്ഞാൽ അണക്ക് കുടിക്കാനുള്ള പായസം 2 ഇഞ്ച് കുടിച്ചു പറഞ്ഞു. അപ്പോൾ ഓൾക്ക് കുറച്ച് പായസം രാത്രിയിൽ ഒന്ന് കുറച്ച് സമാധാനം ഇരുന്ന് കുടിക്കണം എന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പായസം അവൾക്ക് കുറച്ച് തോനെ കൊടുത്തിട്ട് ബാക്കി ഓരോ ഗ്ലാസ് പായസം ഞങ്ങൾ കുടിച്ചു. അപ്പോൾ മേമയ്ക്കുള്ള പായസം എടുത്ത് അച്ഛനും കുടിച്ചിട്ടുണ്ടല്ലോ, മക്കളും കുടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൾക്ക് പായസം മാറ്റിച്ചിട്ട് ബാക്കിയുള്ള പായസമൊക്കെ അവളോട് കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. അപ്പോൾ കൊച്ചു ചൂലൊക്കെ പിടിച്ചിട്ടാട്ടോ പായസം കുടിക്കാൻ വന്നത്.